ഹരികൃഷ്ണ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ ദേവിയുടെ 75-ാമത്തെ നാമമായ മന്ത്രിണ്യംബ വിരചിത വിഷംഗവധ തോഷിത. മന്ത്രിണി അമ്മ അല്ലെങ്കിൽ മാതംഗി ദേവി നടപ്പിലാക്കിയ വിഷംഗൻ എന്ന പേരുള്ള അസുരൻ്റെ വധം കണ്ട് അതിൽ തൃപ്തി വന്നവൾ അഥവാ സന്തോഷിച്ചവളാണ് ലളിതാംബിക എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. അതായത് ഭണ്ഡാസുരന് 2 പ്രധാന സഹോദരന്മാരുണ്ടായിരുന്നു, വിഷംഗനും ദുർമദനും. ഇതിൽ വിഷംഗൻ അതീവ കൗശലക്കാരനായ യുദ്ധവിദഗ്ധനായിരുന്നു. അവൻ ദേവിയുടെ സൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ തുടങ്ങിയപ്പോൾ ലളിതാദേവിയുടെ പ്രധാന മന്ത്രിയായ മന്ത്രിണി ദേവി തൻ്റെ ഗേയചക്രം എന്ന രഥത്തിലേറി വിഷംഗന് നേരെ ചെന്നു. അവർ തമ്മിൽ കടുത്ത യുദ്ധം നടക്കുകയും ഒടുവിൽ മന്ത്രിണി ദേവി തൻ്റെ പവിത്രമായ ആയുധങ്ങൾ കൊണ്ട് വിഷംഗനെ വധിക്കുകയും ചെയ്തു. തൻ്റെ ഏറ്റവും വിശ്വസ്തയായ മന്ത്രിണിയുടെ ഈ വിജയം കണ്ട് ലളിതാമ്മ അതിൽ സന്തുഷ്ടയായി എന്നാണ് ഈ നാമത്തിൻ്റെ പുരാണപരമായ അർത്ഥം. ഇനി തന്ത്രശാസ്ത്രപരമായി നോക്കിയാൽ വിഷംഗൻ എന്ന അസുരൻ നമ്മുടെ ഉള്ളിലെ വിഷയങ്ങളോടുള്ള അനാവശ്യമായ ആസക്തി അഥവാ തെറ്റായ കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ ദുശ്ശീലങ്ങൾ ആണ്. നമ്മെ തെറ്റായ വഴിക്ക് നയിക്കുന്ന ചിന്തകളാണിവ. മന്ത്രിണി ദേവി എന്നത് നമ്മുടെ ഉള്ളിലെ സദ്ബുദ്ധി അഥവാ വിവേകമാണ്. നമ്മൾ ഭക്തിയിലൂടെ ബുദ്ധിശക്തിയെ അഥവാ മന്ത്രിണിയെ ഉണർത്തുമ്പോൾ അത് നമ്മുടെ ഉള്ളിലെ മോശം ആസക്തികളെ അല്ലെങ്കിൽ വിഷംഗനെ വേരോടെ അറുത്തുമാറ്റും. നമ്മുടെ മനസ്സ് അങ്ങനെ ശുദ്ധമാകുമ്പോൾ ജഗദംബികയായ അമ്മയ്ക്ക് നമ്മളിൽ അതീവ സന്തോഷം തോന്നും എന്നാണ് ഈ നാമത്തിൻ്റെ തന്ത്രശാസ്ത്രപരമായ അർത്ഥം. അതായത് നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങളെയും ആസക്തികളെയും മാറ്റാൻ സദ്ബുദ്ധിയാകുന്ന മന്ത്രിണി ദേവിയുടെ അനുഗ്രഹം വേണം. വിഷംഗൻ എന്ന അസുരനെ വധിച്ച മന്ത്രിണി അമ്മയുടെ സാമർത്ഥ്യം കണ്ട് സന്തോഷിക്കുന്ന ലളിതാംബികയുടെ ഭാവം. ഓം ശ്രീ മഹാദേവി നമഃ. ഹരികൃഷ്ണ.